അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൻ്റെ 4-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിനോട് വിട. പിതൃവ്യപുത്രൻ കൈയൊഴിച്ച സ്ഥിതിക്ക് ഇനി പോകുക തന്നെ. മറിയം ബീബി റളിയല്ലാഹു അൻഹ തൻ്റെ മുറി വിട്ടിറങ്ങി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് നോവുന്ന ഹൃദയത്തോടെ നനഞ്ഞ നയനങ്ങളോടെ ചുണ്ടനക്കി. കൊച്ചുനാൾ മുതൽ സംരക്ഷണം തന്ന ഭവനമേ, അഭയം തന്ന കേഹമേ, പരിശുദ്ധ നിലയമേ, സലാം. വിട ചൊല്ലി യഹൂദിയായിലെ ബത്ലഹേമിലേക്ക് നടക്കുകയാണ്. ഈ സംഭവം പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പറയുന്നു, അങ്ങനെ അവൾ ആ കുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ അവൾ ആ കുഞ്ഞിന് ഗർഭം ധരിച്ചു. ഗർഭവുമായി അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. ഒരു സ്ത്രീ ആദ്യമായി ഗർഭിണിയായാൽ വിവിധ ആഹാര പദാർത്ഥങ്ങൾ, വ്യത്യസ്ത ഔഷധങ്ങൾ, എത്ര ശുശ്രൂഷകൾ, എത്ര പരിചാരകർ, എത്ര സന്ദർശകർ, എത്ര ഉപദേശകർ, ഭർത്താവ്, ഭർത്തൃ കുടുംബാംഗങ്ങൾ, സ്വകുടുംബങ്ങൾ, അയൽവാസികൾ, സഹപാഠികൾ, അങ്ങനെ പലരും. എന്നാൽ മറിയം ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് സഹായത്തിനായി ആരുമില്ല. ഏകാന്തതയുടെ മൂകതയിൽ മറിയം റളിയല്ലാഹു അൻഹ മാത്രം. സമീപത്തോ ഒരേയൊരു ഈത്തപ്പന, ഒറ്റ മനുഷ്യനുമില്ല. പ്രസവവേദന വരിഞ്ഞു മുറുകിത്തുടങ്ങി. ചാരിയിരുന്ന ആശ്വാസം കൊള്ളാനായി ഈന്തപ്പനയുടെ അരികിലേക്ക് നീങ്ങി. നിസ്സഹായനാൽ മറിയം ഓർത്തു സക്കരിയ നബി അലൈഹിസ്സലാമിനോടൊപ്പം കഴിച്ചുകൂട്ടിയ രാപ്പകലുകൾ, ബൈത്തുൽ മുഖദ്ദസിൽ ഒതുങ്ങിക്കൂടിയ ദിനരാത്രങ്ങൾ, ആരാധനയിൽ സജീവമാക്കിയ രാവുകൾ, സൗഖ്യത്താൽ സായൂജ്യമടഞ്ഞ അനർഘ നിമിഷങ്ങൾ. ഇപ്പോഴോ പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിൽ. പ്രസവം കഴിഞ്ഞാലെങ്കിലും ഒരാത്മസംതൃപ്തി ഉണ്ടാകാറുണ്ട്. പക്ഷേ തനിക്കങ്ങനെ സംതൃപ്തി ലഭിക്കും? താൻ കുഞ്ഞുമായി ജനമധ്യത്തിലിറങ്ങിയാൽ അവർ തന്നെ പഠിക്കുകയല്ലേ ചെയ്യുക? മുഖത്തു നോക്കി വ്യഭിചാരിണി, അബദ്ധസഞ്ചാരിണി എന്നൊക്കെ വിളിക്കുകയല്ലോ ചെയ്യുക. ഇതായിരുന്നു അവരുടെ മനസ്സിനെ മതിച്ചിരുന്നത്. പവിത്രമായൊരു സ്ത്രീയുടെ സൽപ്പേരിന് കളങ്കം തട്ടുമെന്ന് തോന്നിയാലുണ്ടാകുന്ന മനോവേദന എത്രയേറെ. ഇത്തരം ആപത്ഘട്ടങ്ങളിൽ പല ദുർബലകളും ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് മറിയം റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് താൻ മരിച്ചു പോകുകയും തൻ്റെ പേരും കുറിയും വിസ്മൃതിയാകുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് മറിയം പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ യാഥാർത്ഥ്യം പരിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ പശ്ചാത്തലത്തിൽ. അനന്തരം പ്രസവവേദന അവളെ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിലെത്തിച്ചു. അവൾ കേടുകൊണ്ടിരുന്നു. ഹാ കഷ്ടം! ഇതിന് മുമ്പ് ഞാൻ മരിക്കുകയും അശേഷം വിസ്മരിക്കപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. 9 മാസം ഗർഭിണിയായ മറിയം ബീബി റളിയല്ലാഹു അൻഹ പ്രധാനമായി 3 പ്രയാസങ്ങളാണ് അവരെ വേട്ടയാടിയിരുന്നത്. ദാഹം, വിശപ്പ്, കുട്ടിയെക്കുറിച്ച് ചോദിച്ചാൽ എന്തു പറയുമെന്ന മുഷിപ്പ്. ഇതോർത്ത് എരിയുകയായിരുന്നു മനസ്സിന് നാഥന്റെ സ്വാന്തനം. ബീവി നിന്നതിൻ്റെ അല്പം താഴെയായി ഒരു തായ്വരയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം സമാശ്വസിപ്പിക്കാനായി വിളിച്ചു പറഞ്ഞു, നീ വ്യസനിക്കാതിരിക്കുക മറിയമേ, നിന്റെ റബ്ബ് നിനക്ക് താഴെ ഒരു അരുവി ഇതാ സംവിധാനിച്ചിരിക്കുന്നു. ഈ അരുവി ആദ്യമേ അവിടെ ഉണ്ടായിരുന്നെങ്കിലും വറ്റിവരണ്ട് കിടക്കുകയായിരുന്നു. ഈ അശരീരിക്കു ശേഷമാണ് അത് ജലസമൃദ്ധിയുള്ളതായി കണ്ടത്. അത് മറിയമിൻ്റെ ദാഹ ശമനയായി. പക്ഷേ പശയടക്കാൻ വകയായില്ല. അതിനെന്തു മാർഗം? നാഥൻ കൽപ്പിക്കുന്നു, നീ ആ ഈന്തപ്പനയുടെ തടിയൊന്ന് കുലുക്കുക, അത് നിനക്ക് പഴുത്ത പാകമായ ഈത്തപ്പഴങ്ങൾ വീഴ്ത്തിത്തരും. ആ ഈന്തപ്പന മരം ഉണങ്ങിയതായിരുന്നു. ആ വെളിനാദത്തിന് ശേഷമാണ് പച്ചയായി പഴം കായ്ച്ചത്. തുടർന്ന് അള്ളാഹു പറയുന്നു, അത് തിന്നുകയും കുടിക്കുകയും കൺകുളിർക്കുകയും ചെയ്തു കൊള്ളുക. പിന്നെ വല്ല മനുഷ്യരെയും നീ കാണുകയാണെങ്കിൽ അവരോട് പറഞ്ഞേക്കുക, ഞാൻ കാരുണ്യവാനായ അള്ളാഹുവിന് വേണ്ടി വ്രതം നേർച്ചയാക്കിയിട്ടുണ്ട്. അതിനാൽ ഞാൻ ഇന്ന് ആരോടും സംസാരിക്കുകയില്ല. ഇതോടെ പ്രയാസങ്ങൾക്ക് പരിഹാരമായി നിമിഷങ്ങൾ എണ്ണി നീങ്ങി. പ്രസവവേദനയിൽ അവർ പൊളഞ്ഞു. പാൽപുഞ്ചിരി പൊഴിയുന്ന ഒരു കുഞ്ഞുമോൻ പിറന്നു വീണു. മറിയമിൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂമുട്ടുകൾ. ആവേശത്താൽ ആ സുന്ദരവദനം പ്രകാശിച്ചു. ആ ഓമനക്കുഞ്ഞിന് വേണ്ടി എത്ര ത്യാഗം സഹിക്കാനും
അധിക്ഷേപങ്ങൾ കേൾക്കാനും തയ്യാറാണെന്ന് മറിയം പ്രതിജ്ഞയെടുത്തു. തദവസരത്തിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചു. ലോകം അതറിഞ്ഞു. പല ദിക്കിൽ നിന്നും ബത്ലഹേമിലേക്ക് ജനപ്രവാഹമുണ്ടായി. കണ്ടവർ സന്തോഷിച്ചു. ഹാ, എന്തൊരു ഓമനത്വം! ആ ഭൗമ സൗന്ദര്യം! മറിയം എത്ര ഭാഗ്യവതി! ആശ്ചര്യത്തോടെ സന്ദർശകർ തിരുപിറപ്പിക്ക് സ്വാഗതമോദി. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം അവരെല്ലാവരും ഉപദേശിച്ചു. കുഞ്ഞുമായി മറിയമേ, നീ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. എന്ത്, കല്യാണം കഴിക്കാത്ത സ്ഥിതിക്ക് കൈക്കുഞ്ഞുമായി കുടുംബങ്ങളിലേക്ക് ചെന്നാലുള്ള സ്ഥിതി എന്താകും? ചിന്തിക്കാൻ വയ്യ. മറിയം ബീബി വീട്ടിലേക്ക് പോകുമോ ഇല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിലൂടെ കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.